ഹായ്, എല്ലാവർക്കും ചെമ്പരത്തിയുടെ മറ്റൊരു മനോഹരമായ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. നന്ദന നാരായണനോട് ചോദിക്കുകയാണ്, എന്താ അച്ഛ വിളിച്ചത്? പറയാം. ഞാൻ ഇവിടെ വന്നതിന് ശേഷം പല പ്രാവശ്യമായി ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട്. അതിനി വച്ച് താമസിപ്പിച്ചുകൂടാ. എന്താ അച്ഛ എന്ന് വീണ്ടും ചോദിക്കുകയാണ് നന്ദന. ഞാൻ നിന്റെ അമ്മയെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തുവാൻ ഉദ്ദേശിക്കുകയാണ്. അമ്മയെ എന്തിന്? മഹേശ്വരിയുടെ സാന്നിധ്യം ഇപ്പോൾ ഇവിടെ അത്യാവശ്യമാണ്. അതെന്തിനാ? അമ്മ ഇപ്പോൾ അവിടെ വല്ലാത്ത തിരക്കിലല്ലേ? അപ്പോൾ നാരായണൻ പറയുകയാണ്, ഇല്ലില്ല, മകളുടെ ജീവിതമാണ് വലുത്, അതിനപ്പുറമുള്ള തിരക്കുകളൊന്നും വേണ്ട. എന്റെ ജീവിതത്തിന് എന്താണ് കുഴപ്പം? അച്ഛൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? നാരായണൻ പറയുകയാണ്, നിന്റെ ഭാവി സുരക്ഷിതവും സമാധാനപൂർണവും ആകണം, അതിനാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അച്ഛൻ എന്താ ഇങ്ങനെ അവിടെയും ഇവിടെയും തൊടാതെ സംസാരിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. തുറന്നു തന്നെ സംസാരിക്കാനാണ് നിന്നെ പുറത്തേക്ക് വിളിച്ചത്. അന്നേരം അരവിന്ദ് അകത്തുനിന്നും വാതിൽക്കൽ വന്ന് അവരുടെ സംഭാഷണം ശ്രദ്ധിക്കുന്നുണ്ട്. നാരായണൻ പറയുകയാണ്, ഇവിടത്തെ സംഭവങ്ങൾ അത്ര സുരക്ഷിതമായല്ല മുന്നോട്ട് പോകുന്നത്. വിലാസിനി എന്നോട് ചിലതൊക്കെ സൂചിപ്പിച്ചു. ഓ, അത് ശരി. ആ വിലാസിനി ആന്റി പറഞ്ഞ വാക്കുകൾ കേട്ടിട്ടാണോ അച്ഛൻ എന്നെ വിളിച്ചത്? അവർ വല്ലാത്ത ഏഷണികാരിയാണ്. അച്ഛൻ അവരെ അറിയാത്തത് കൊണ്ടാണ്. നന്ദന, അരവിന്ദ് ഈ സംഭാഷണമൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. നാരായണൻ പറയുകയാണ്, ഏയ്, പെണ്ണുങ്ങളുടെ ഏഷണിയൊന്നും എന്റെ മുൻപിൽ വില പോകില്ല. ഞാൻ എന്റെ കൺമുന്നിൽ കാണുന്ന കാര്യങ്ങൾക്ക് പ്രതിവിധി കണ്ടെത്താനാണ് ശ്രമിക്കുന്നത്. കാര്യങ്ങൾ ഈ വിധത്തിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ എല്ലാം നിന്റെ കൈവിട്ടു പോകും. ഈ തൃച്ചംബരം മൊത്തത്തിൽ വിഴുങ്ങണം എന്ന ഭാവത്തിലാണ് ആ വേലക്കാരി പെണ്ണിന്റെ നടപ്പല്ല, അവളുടെ ലക്ഷ്യമേ അതുതന്നെയാണ്. അവളെ അനുകൂലിച്ചും അവൾക്ക് വേണ്ട എല്ലാ പ്രോത്സാഹനവും നൽകി കൂടെ നിൽക്കുകയാണ് അവളുടെ ഭർത്താവായ ആനന്ദ്. അവൻ ബുദ്ധിമാനാണ്. ഞാനിവിടെ നിന്നെ മാന്യമായും എല്ലാ വിചാരപ്രകാരത്തോടും കൂടിയാണ് നിന്നെ കല്യാണം കഴിപ്പിച്ച് അയച്ചത്. പക്ഷേ ആ കല്യാണിയോ? ആനന്ദ് നിനക്ക് മുകളിൽ ആ വേലക്കാരി പെണ്ണിനെ ഇവിടെ സ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നത്. എന്ന് വെച്ചാൽ ഭാവിയിൽ ഒരു റോളും ഇല്ലാത്ത, അഭിപ്രായം പറയാൻ പോലും നാവനക്കാൻ കഴിയാത്ത ഒരു അനുജത്തി. ഇതൊക്കെ കേട്ട് ദേഷ്യപ്പെട്ട് വാതിൽക്കൽ തന്നെ നിൽക്കുകയാണ് അരവിന്ദ്. ആ വിലാസിനിയെ പോലെ പട്ടുസാരി ഉടുത്ത് അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ഒരു അസൽ അനിയത്തി നാരായണൻ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ല ഞാൻ എന്നൊക്കെ ദേഷ്യത്തോടെ പറയുകയാണ് നാരായണൻ. തന്നെ പറയുകയാണ്, അങ്ങനെയൊന്നും ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറയുകയാണ്, നിൽക്ക്, ഞാൻ പറയുന്നത് മുഴുവൻ നീ കേൾക്ക്. സൗമ്യമായ സ്വഭാവം കൊണ്ടൊന്നും ഇവരോട് കിടപിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇവരോടൊക്കെ മത്സരിക്കണം. മത്സരബുദ്ധിയോടെ കാര്യങ്ങൾ നേരിട്ടാലേ വിജയിക്കാൻ ഒക്കൂ. ബിസിനസ്സുകാരനായ ഒരച്ഛന്റെ മകളല്ലേ? ബിസിനസ് കുടുംബത്തിൽ നിന്നും വന്നവളല്ലേ? ബിസിനസ് ചെയ്യുന്നവളല്ലേ? MBA ഗോൾഡ് മെഡലിസ്റ്റ് അല്ലേ? എന്നിട്ട് എന്തുകൊണ്ട് ഇത്രയും കോടി രൂപയുടെ ഒരു വലിയ പ്രോജക്റ്റ് അവതരിപ്പിക്കാൻ അഖിലാണ്ടേശ്വരി നിന്നെ ഏൽപ്പിക്കുന്നില്ല? അതുകൊണ്ട് ഇതൊരു മത്സരമാക്കി. നീ ഒരു ദേവിയെ പോലെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്യുന്ന നിന്റെ സർവസ്വമാണല്ലോ ഈ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി. അവരത് മനസ്സിലാക്കിയിട്ടില്ല എന്ന് ഇന്നെനിക്ക് വ്യക്തമായി. എങ്കിൽ നിന്നെ പരീക്ഷണ വസ്തു ആക്കില്ലായിരുന്നു. അങ്ങനെയൊന്നും ഇല്ലച്ച എന്ന് നന്ദന പറയുമ്പോൾ നാരായണൻ പറയുകയാണ്, അങ്ങനെയൊക്കെ ഉണ്ട്. അവരീ ചെയ്യുന്നതൊക്കെ മനഃപൂർവ്വം ആണ്. അവരുടെ മുൻപിൽ മറ്റുള്ളവരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഒരുക്കുന്ന ഒരു തന്ത്രം. പ്രത്യേകിച്ച് ഞാൻ ഇവിടെ വന്ന് നിൽക്കുകയല്ലേ, എന്നെയും ഒരു മണ്ടനാക്കുക. ഒരു അടുക്കളക്കാരി പെണ്ണിനെ വിവാഹം കഴിച്ചു കൊണ്ട് തൃച്ചംബരത്തിനുണ്ടായ മാനക്കേട് തൂത്താലും മാച്ചാലും മായില്ല. അപ്പോൾ അതിനെ ഒന്ന് വെള്ളപൂശണം. അടുക്കളക്കാരി കേമത്തിയാണെന്ന് വരുത്തി തീർക്കണം. ആണ് അഖിലാണ്ടേശ്വരിയുടെ ഈ തന്ത്രം. ബ്രാൻഡ് അംബാസിഡർ നാടകം തന്നെയാണ് കനേഡിയൻ കമ്പനിയുമായി അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ബിസിനസ്. ഇവരോടൊക്കെ ഏറ്റുമുട്ടാൽ ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ നടക്കില്ല. ഈ സ്ത്രീകളോടൊക്കെ സംസാരിച്ച് വിജയിക്കാൻ തീരെ അറിയില്ല. ഞാൻ നിന്റെ അമ്മയെ എത്രയും വേഗം ഇങ്ങോട്ട് വരുത്താൻ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞ് ഫോൺ വിളിക്കാൻ തുടങ്ങിയാണ് നാരായണൻ. അപ്പോൾ നന്ദന പറയുന്നു, അച്ഛാ, ഒന്നുകൂടി ആലോചിച്ചിട്ട് മതി. എതിര് പറയരുത്, ഞാൻ മഹേശ്വരിയെ വിളിക്കും. എന്തായി കാണിക്കുന്നത്? നന്ദന പറയുമ്പോൾ പെട്ടെന്ന് അരവിന്ദ് പറയുകയാണ്, അങ്കിൾ, ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് നാരായണന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അരവിന്ദ്. അങ്കിൾ ഇവിടെ സംസാരിച്ച കാര്യങ്ങളെല്ലാം ഞാൻ കേട്ടു. അതുകൊണ്ട് തന്നെ എനിക്കും അഭിപ്രായം പറയേണ്ടതുണ്ടല്ലോ. കാരണം ഞാൻ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ രണ്ടാമത്തെ മകനും എന്റെ മകളുടെ ഭർത്താവും ആണ്. ഞാൻ പറയുകയാണ്, എനിക്ക് എന്റെ മകളുടെ ഭാവിയാണ് വലുത്. അതുകൊണ്ട് ഞാൻ എന്റെ അഭിപ്രായം പറയുന്നു. അന്നേരം അരവിന്ദ് ചിരിച്ചുകൊണ്ട് പറയണം, അത് ന്യായം. എനിക്ക് ഞാനും എന്റെ ഭാര്യ നന്ദനയും ഉൾപ്പെടുന്ന തൃച്ചംബരം കുടുംബത്തിന്റെ ഐശ്വര്യവും സമാധാനവുമാണ് വലുത്. അതുകൊണ്ട് ഞാൻ എന്റെ അഭിപ്രായം പറയുന്നു. അങ്കിള് നന്ദനെ എനിക്ക് വിവാഹം ചെയ്തു തരുന്നതിന്റെ എത്രയോ കാലം മുൻപ് വരെ തൃച്ചംബരം ഒരു ബിസിനസ് കുടുംബം ആയിരുന്നു. അച്ഛനും അമ്മയും പിന്നെ എന്റെ ചേട്ടനുമൊക്കെ കൂടിയിട്ടാണ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന ഈ വലിയ ബിസിനസ് സ്ഥാപനം കെട്ടിപ്പടുത്തിയത്. അന്ന് ഞാനൊന്നും ഇതിൽ ഇല്ലായിരുന്നു. ഞാൻ വിവാഹം കഴിച്ച് എത്രയോ കാലത്തിന് ശേഷമാണ് ഞാനും ബിസിനസ്സിലേക്കൊക്കെ വരുന്നത്. ഇന്നും എന്നും ആ കാര്യങ്ങളിലൊക്കെ എന്റെ വഴികാട്ടി എന്റെ ബ്രോ തന്നെയാണ്. കാര്യത്തിൽ ഇനി ആർക്കും ഒരു സംശയവും വേണ്ട. ഞാൻ പറഞ്ഞു വരുന്നത്, തൃച്ചംബരത്തുകാർക്ക് ബിസിനസിന്റെ എല്ലാ കാര്യങ്ങളും അറിയാം.
അതിന്റെ ഉയർച്ചയും താഴ്ചയും ഇറക്കവും കയറ്റവും കണ്ടവരാണ് ഈ തൃച്ചംബരത്തുകാര്. അതുകൊണ്ട് അങ്കിളിൽ നിന്നും അത്തരത്തിലുള്ള ഉപദേശങ്ങളൊന്നും ഞങ്ങൾക്ക് വേണമെന്നില്ല. പിന്നെ അങ്കിൾ ബിസിനസ് ചെയ്യുന്ന ആളാണ്, പിന്നെയും ബിസിനസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ വെവ്വേറെ ബിസിനസ്സുകളാണ്. ഇതിന്റെ ബിസിനസ് നയം ആകണമെന്നില്ലല്ലോ ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്. വ്യവസായ സ്ഥാപനങ്ങളും ഓരോ രീതിയിലാണല്ലോ. ബിസിനസ് ആകുമ്പോൾ അതിൽ മത്സരം സ്വാഭാവികമല്ലേ. മാത്രമായിരിക്കണം ലക്ഷ്യം. ജയിക്കണമെങ്കിൽ ചിലപ്പോൾ ചില ബുദ്ധിമാന്മാരുടെ ഉപദേശങ്ങളൊക്കെ തേടാറുണ്ട്. എന്റെ മുൻപിൽ ഉള്ള ഒരേ ഒരു ആളാണ് എന്റെ ബ്രോ. ഞാൻ പറഞ്ഞവസാനിപ്പിക്കാം. ഇവിടെ വന്ന എന്റെ നന്ദനയുടെ അച്ഛനാണല്ലോ. സന്തോഷമേ ഉള്ളൂ. ആന്റിക്കും വരാം. വളരെ വളരെ സന്തോഷം. എല്ലാവർക്കും വളരെ സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി ഇങ്ങനെ മുന്നോട്ട് പോകാം. പക്ഷേ അഖിലാണ്ടേശ്വരി നടത്തുന്ന, ശിവരാമകൃഷ്ണൻ നടത്തുന്ന, എന്റെ വിയർപ്പിന്റെ വിലയുള്ള MD ആയിട്ടിരിക്കുന്ന ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഒരു കാര്യത്തിലും ഇടപെടാനോ അഭിപ്രായം പറയാനോ നിങ്ങൾ ശ്രമിക്കരുത്. ാലും വില പോകില്ല. ഇപ്പോ അഥവാ അഭിപ്രായം പറയാനാണ് ഉദ്ദേശമെങ്കിൽ ഉള്ള ആളുകളെ ഞാൻ ഈ കുടുംബത്തിലേക്ക് കയറ്റില്ല. ഇപ്പോ അങ്കിളായാലും ആന്റി ആയാലും ഉള്ളവർ ഇവിടെ വരാൻ ഞാൻ സമ്മതിക്കില്ല. അതുകൊണ്ടാണ്, ഇതെന്റെ അഭിപ്രായമാണ്, തീരുമാനവും ആണ്. നന്ദനയ്ക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് നിന്റെ അഭിപ്രായം നിന്റെ ഭർത്താവായ എന്നോട് പറയാം. അച്ഛനും മക്കളും മരുമക്കളും ഒക്കെ തമ്മിൽ അഭിപ്രായങ്ങളും അഭിപ്രായ തർക്കങ്ങളും ഒക്കെ ഉണ്ടാകാം. ഇപ്പോ 10 മിനിറ്റ് ഞങ്ങൾ അങ്ങോട്ട് പരസ്പരം നോക്കിക്കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ. ഇപ്പോ ഇവിടെ കയറി വിഷം കലക്കാൻ ഞങ്ങൾ ആരെയും അനുവദിക്കില്ല. പിന്നെ ഓൾറെഡി ഇതിനകത്തൊരു മന്ദര ഉണ്ട്. അതിന്റെ ഇടയിൽ ഒരു ശകുനിയെ കൂടി ഇവിടേക്ക് ക്ഷണിക്കുന്നില്ല. എന്റെ തീരുമാനമാണ് നന്ദനയുടെ ഭർത്താവായ തൃച്ചംബരത്ത് അരവിന്ദകൃഷ്ണന്റെ തീരുമാനം. ഇത്രയും പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ് അരവിന്ദ്. നാരായണൻ നന്ദനയും ഒരക്ഷരം പറയാതെ നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് അഖിലാണ്ടേശ്വരിയും ശിവരാമകൃഷ്ണനെയുമാണ്. അഖില എന്തോ ആലോചിച്ച് നിൽക്കുകയാണ്. ശിവരാമകൃഷ്ണൻ ചോദിക്കുകയാണ്, എന്താ അഖില, നിന്റെ ആലോചന ഇതുവരെ അവസാനിച്ചില്ലേ? ഇത്ര ഗാഠമായി ആലോചിക്കാൻ മിണ്ടാതെ നിൽക്കുന്ന അഖിലയോട് ശിവരാമകൃഷ്ണൻ പറയുകയാണ്, വിഷയം എനിക്ക് മനസ്സിലാകും. ആനന്ദ് നിന്നോട് പറഞ്ഞത് വളരെ ന്യായമായ കാര്യമാണ്. ഒരാൾ നമ്മുടെ കമ്പനിയിൽ നിന്ന് നമ്മളെ പ്രതിനിധീകരിച്ച് ചെല്ലുമ്പോൾ അയാൾ നമ്മുടെ ആളാണെന്ന് അറിയാൻ കുറഞ്ഞ പക്ഷം അയാൾക്കൊരു ബാഡ്ജെങ്കിലും കൊടുക്കണ്ടേ? അതെ, അവരെങ്ങനെ അറിയും ഈ ചെന്നിരിക്കുന്നത് നമ്മുടെ ആളാണെന്ന്, പ്രതിനിധിയാണെന്ന്? അതുകൊണ്ട് കല്യാണി ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ പ്രതിനിധിയാണെന്ന് തെളിയിക്കാനുള്ള രേഖകൾ ഉണ്ടാകണം. അതുകൊണ്ട് ബ്രാൻഡ് അംബാസിഡർ പദവി എന്തുകൊണ്ട് അവൾക്ക് കൊടുത്തുകൂടാ? നീ അവളെ ഒരു ക്ലർക്കെങ്കിലും ആക്ക്. അതിന്റെ ന്യായം ചോദിക്കുകയാണ്. അതെന്തിനാ കല്യാണിക്ക് അത്തരം പദവികളൊക്കെ ഇനിയും കൊടുക്കുന്നത്? എന്തല്ലേ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്? കല്യാണിയും ഒരു യൂണിറ്റ് ആണെന്നല്ലേ അവൻ പറഞ്ഞത്? അഖില, നീ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്താ ഒരു ഉറച്ച നിലപാടിൽ നിൽക്കാത്തത്? ഇത്തരം വിഷയം എടുത്തിട്ടതും അത് ഇവിടം വരെ കൊണ്ടെത്തിച്ചതും നീ തന്നെയല്ലേ? നിന്റെ മനസ്സിൽ അതാണ് എനിക്കറിയേണ്ടത്. നീയോടുള്ള വെറുപ്പ് പിന്നെയും കൂടുകയാണോ? വെറുപ്പോ എന്ന് പുച്ഛത്തോടെ ചോദിക്കുകയാണ് അഖില. പിന്നീട് അഖില പറയുകയാണ്, ഏട്ടാ, ഇത് ദേഷ്യമോ വെറുപ്പോ പകപോക്കലോ ഒന്നുമല്ല. അടുക്കാൻ ഞാൻ അവളെ സഹായിക്കുകയല്ലേ ചെയ്യുന്നത്. സഹായമോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അവളെ ഉപദ്രവിക്കാൻ ശ്രമിക്കാതിരിക്കുന്നതാണ് നിന്റെ ഭാഗത്തു നിന്നും അവൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സഹായം. അഖില, നീ ആത്മാർത്ഥമായിട്ടല്ലേ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? കാര്യക്കപ്പുറം എന്തെങ്കിലും യോഗ്യതകളോ കഴിവുകളോ ഉണ്ടെന്ന് തെളിയിക്കാൻ അവസരം നൽകിയിരിക്കുന്നത് കല്യാണിക്കാണ്, അല്ലാതെ എന്തിനല്ല. ഇതിനായിരുന്നെങ്കിൽ അതവൻ സംസാരിച്ചേനെ. അത്തരം കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ അവൾ കമ്പനിയുടെ ആളാണെന്ന് തെളിയിക്കേണ്ടത് ആവശ്യമാണ്. ആ ആവശ്യം ന്യായമാണെന്ന് ഞാൻ പറഞ്ഞത്. ഇത് കേട്ടുകൊണ്ട് വാതിൽക്കലേക്ക് വരികയാണ് വിലാസിനി. രാമകൃഷ്ണൻ വീണ്ടും പറയുകയാണ്, ഒരാൾക്ക് ഓട്ട മത്സരത്തിനുള്ള അവസരം കൊടുത്താൽ അയാൾക്ക് ഓട്ടത്തിനുള്ള ട്രാക്ക് കൂടി കാണിച്ചു കൊടുക്കണ്ടേ? അല്ലേ വേണ്ടത്? അല്ലാതെ കല്യാണിയെ ഇനിയും ഇവിടെ ഇട്ട് അപമാനിക്കാനാണ് ശ്രമമെങ്കിൽ ശരിയല്ല. അവരുടെ വഴിക്ക് വിട്ടേക്ക്. അവർക്ക് ജീവിക്കാൻ അറിയാം. സ്വാർത്ഥത പാടില്ല അഖില, അത് തെറ്റാണ്. വിലാസിനെ ചോദിക്കുകയാണ്, അഖിലേച്ചി എന്ത് സ്വാർത്ഥത കാണിച്ചെന്നാണ് ശിവരാമേട്ടൻ പറയുന്നത്? ചേച്ചിയുടെ ഒന്നാമത്തെ ശത്രുവാണവൾ. ചേച്ചിയുടെ പേരിൽ കേസ് കൊടുക്കുകയും സ്ഥലത്ത് പോലീസുകാർ കയറി നിരങ്ങുകയും ചെയ്തതിന് അവൾ മാത്രമാണ് കാരണക്കാരി. രാമകൃഷ്ണൻ പറയാണ്, വിലാസിനി, കഴിഞ്ഞ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. സ്നേഹിച്ചും ക്ഷമിച്ചും പല വിട്ടുവീഴ്ചകളും ചെയ്തുമാണ് ഒരു കുടുംബം ത്തിലെ സമാധാനം നിലനിർത്തേണ്ടത്. ഇതിനിടയ്ക്ക് അനാവശ്യമായ കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് മറ്റുള്ളവരുടെ മനസ്സിൽ അസ്വസ്ഥത സൃഷ്ടിക്കരുത്. മുറിവിനെ വലിയ വ്രണമാക്കി മാറ്റരുത്. വാക്കുകൾ കൂടി കേൾക്ക് ശിവരാമേട്ട. ഈ തൃച്ചംബരത്തെ ഒരു അംഗമല്ലേ? അഖില പറയുകയാണ്, വിലാസിനി പറയട്ടെ, പറയൂ. വിലാസിനി പറയുകയാണ്, കല്യാണി ഇനിയും ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ബ്രാൻഡ് അംബാസിഡർ ആക്കരുത്. കാരണം ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയാൽ എല്ലാവരും അറിയുന്ന കാര്യമാണ്. മാധ്യമങ്ങൾ അത് വലിയ വാർത്തയാക്കും. ചെയ്യാൻ പോകുന്നത് ഒരു യോഗ്യതാ പരീക്ഷണം മാത്രമാണ്. പരീക്ഷണത്തിൽ അവൾ തോറ്റുപോയാൽ കൊടുത്ത ബ്രാൻഡ് അംബാസിഡർ പദവി പെട്ടെന്ന് തിരികെ എടുക്കാൻ സാധിക്കുമോ? തിരിച്ചെടുക്കാൻ പറ്റുമോ? പറ്റില്ല. അതും തിരിച്ചെടുത്താൽ അതും ഒരു വലിയ വാർത്തയാകും. നാണംകെട്ട വാർത്ത. കുടുംബത്തിൽ ബാക്കി നിൽക്കുന്ന അന്തസ്സും അഭിമാനവും എല്ലാം അതോടെ തീർന്നു കിട്ടും. ആയാലും ഈ പരീക്ഷണത്തിൽ അവൾ തോറ്റുപോകും.
100% ഉറപ്പാണ്. സ്ത്രീകൾക്ക് ഉപ്പ് നോക്കുന്ന അടുക്കളക്കാരി കല്യാണിക്ക് എന്ത് പ്രോജക്റ്റ് അറിയാം? ഒക്കെ തട്ടിപ്പല്ലേ ചേച്ചി. ആനന്ദും അവളും കൂടി ചേർന്ന് ചേച്ചിയെ പറ്റിക്കാൻ നോക്കുന്ന നാടകം. വിലാസിനി നീ എന്ന് ശിവരാമകൃഷ്ണൻ പറയുമ്പോൾ വിലാസിനി പറയുകയാണ്, ശിവരാമേട്ടൻ ശുദ്ധഗതിക്കാരനാണ്, തരങ്ങളൊന്നും അറിയില്ല, അതാണ് ഇതിലൊക്കെ വിശ്വസിക്കുന്നത്. അവരുടെ ലക്ഷ്യം തൃച്ചംബരത്തിന്റെ സിംഹാസനമാണ്, അതായത് അഖിലേച്ചിയിരിക്കുന്ന കസേര. ആരെ പറ്റിച്ചും ആരെ തകർത്തും ആ കസേരയിലെത്താൻ വേണ്ടി കല്യാണി എന്തു വേഷവും കെട്ടും. എനിക്കറിയാം. രാമകൃഷ്ണൻ പറയാണ്, വിലാസിനി പോ, അഖിലയെ തനിച്ചു വിട്, അവൾ ആലോചിക്കട്ടെ. ആലോചിക്കാൻ കല്യാണിയെ ഇനിയും ബ്രാൻഡ് അംബാസിഡറായി വാഴിക്കാനാണെങ്കിൽ ഈ കുടുംബത്തിന്റെ അടിത്തറ മാറ്റിയിരിക്കും. ചേച്ചി ആലോചിക്ക് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പോവുകയാണ് വിലാസിനി. രാമകൃഷ്ണൻ പറയുന്ന, അഖില മറ്റാരുടെയും വാക്കുകൾ എടുത്ത് മനസ്സിലിട്ട് നീറ്റാതെ സ്വതന്ത്രമായി ആലോചിക്കുക. ഞാൻ ഏതായാലും അവർക്കൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്, ഇന്ന് വൈകുന്നേരത്തിനകം അവർക്ക് മറുപടി കൊടുക്കുമെന്ന്. നെഗറ്റീവായാലും പോസിറ്റീവായാലും എന്തായാലും മറുപടി കൊടുത്തേ പറ്റൂ. അവർ അംഗീകരിക്കുകയും ചെയ്യും. ഇത്രയും പറഞ്ഞ് ശിവരാമകൃഷ്ണന് റൂമിന് പുറത്തേക്ക് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് സുബ്രുവിന്റെ വീടാണ്. അവിടെ മൂടി പുതച്ച് ചുമച്ചു കിടന്നുറങ്ങുകയാണ് അനിയൻകുട്ടൻ. അമ്പൂട്ടി ചായയുമായി വന്നിട്ട് അനിയൻകുട്ട, എടാ അനിയൻകുട്ട എന്ന് വിളിക്കുകയാണ്. അമ്പിളി ചേച്ചി എന്ന് ചോദിക്കുകയാണ് അനിയൻകുട്ടൻ. നീ അങ്ങ് എഴുന്നേക്കടാ. മഹാരോഗം വന്നവരെ പോലെ കിടക്കാതെ. നേരം എഴുന്നേറ്റിരിക്കുകയാണ് അനിയൻകുട്ടൻ. ഈ ചൂടോടെ ഈ ചുക്കുകാപ്പി അങ്ങ് കുടിച്ചേ, പനി ഇപ്പൊ പറന്ന് പമ്പ കടക്കും. കുട്ടൻ അമ്പൂട്ടിയെ കളിയാക്കി ചോദിക്കുകയാണ്, പനി പറക്കുമോ ചേച്ചി? കുരുമുളകും ചക്കരയും നല്ല തുളസിയിലയും കൂടി ചേർത്ത് ഉണ്ടാക്കിയ ഈ ചുക്കുകാപ്പി കുടിച്ചാൽ പനി പറക്കും. പനിക്ക് വേറെ ഒരു ഗുളികയും കഴിക്കേണ്ട എന്ന് പറയുകയാണ് അമ്പൂട്ടി. അനിയൻകുട്ടൻ സന്തോഷത്തോടെ അത് വാങ്ങി കുടിക്കുകയാണ്. അനിയൻകുട്ടൻ പറയാണ്, ചേച്ചി അല്ല ഇവിടെ ഇങ്ങനെ എന്റെ കാര്യം നോക്കിയിരുന്നാലോ, ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നോളാം. ക്ലാസ്സിന് പൊയ്ക്കോ, ക്ലാസ് മുടക്കേണ്ട. പറയുകയാണ്, ഒരു ദിവസം ക്ലാസ് അറ്റൻഡ് ചെയ്തില്ല എന്ന് വെച്ച് തോറ്റു പോകുകയൊന്നും ഇല്ല, അത് കവർ ചെയ്തോളാം. നേരം അവരുടെ അടുത്തേക്ക് ഓടി വരികയാണ് കല്യാണി, കൂടെ ഫാസിയും ഉണ്ട്. കല്യാണിയെ കണ്ടപ്പോൾ അമ്പൂട്ടി അനിയൻകുട്ടനോട് ചോദിക്കുകയാണ്, നിനക്ക് പനിയാണെന്നുള്ള കാര്യം നീ കല്യാണി ചേച്ചിയെ വിളിച്ച് പറഞ്ഞോ എന്ന് പറയുകയാണ് അനിയൻകുട്ടൻ. പിന്നെ എങ്ങനെ ചേച്ചി അറിഞ്ഞു എന്ന് ചോദിക്കുകയാണ് അമ്പൂട്ടി. ചേച്ചി കൊണ്ട് ഫാസി പറയുകയാണ്, ഞാനാണ് കല്യാണി ചേച്ചിയെ വിളിച്ച് പറഞ്ഞത്. കല്യാണി ചോദിക്കുകയാണ്, ഇപ്പൊ എങ്ങനെയുണ്ട് അനിയൻകുട്ട, കുറവുണ്ടോ എന്ന് അനിയൻകുട്ടൻ പറയുമ്പോൾ കല്യാണി അനിയൻകുട്ടന്റെ നെറ്റിയിലൊക്കെ തടവി നോക്കിയിട്ട് പറയുകയാണ്, അയ്യോ ചൂടുണ്ടല്ലോ. ത്തോടെ ഇരിക്കുകയാണ് കല്യാണി. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.